ഫിസിക്കൽ റിലേഷൻ നടത്തി വന്നു. ഇവന് ആകെ ഇതായില്ലേ, ഡെസ്പായപ്പോഴേക്കും ചോദിച്ചു റിലേഷൻ ഉണ്ടായിട്ടുണ്ടോന്ന്. അപ്പോൾ അവൾ അഗ്രി ചെയ്യുന്നതാണ് പറയുന്നത്, ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ അവൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ ഇനി ആ ബെഡിൽ കിടക്കും. ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവളുടെ മുമ്പിൽ എഴയുകയാണ് ചെയ്യുന്നത്. അവൾ എന്ത് പറയുന്നു അതനുസരിച്ച് ഇവൻ ചെയ്യും. അവൻ പല കൗൺസിലിംഗ് കൊണ്ടുപോയി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അയാളെ വിളിച്ചു പറഞ്ഞു ഇതിലൊന്ന് പിന്തിരിയണമെന്ന് പറയുന്നു. 9 വർഷം പൊന്നെ കരളെ എന്ന് കൊണ്ടു നടന്ന ജീവന്റെ ജീവനായ ഭാര്യയെ ഭർത്താവ് വെട്ടിനുറുക്കി കൊലപ്പെടുത്തി. കേൾക്കുന്നവർ ഞെട്ടിത്തെറിച്ചു പോകുന്ന ഒരു വാർത്ത. വിഷ്ണു എന്ന PSC അധ്യാപകനാണ് അൽമ എന്ന 33-കാരിയോട് ഈ ക്രൂരത കാണിച്ചത്. അത്രയും സ്നേഹത്തിലാണ് ഇവർ ജീവിച്ചു പോകുന്നത്. ഒരുമിച്ച് യാത്ര ചെയ്യും, ഒരുമിച്ച് വ്ളോഗ് ചെയ്യും. അങ്ങനെ ജീവിതമെല്ലാം അടിപൊളി. കുട്ടികളില്ല എന്നുള്ള ദുഃഖം പോലും ഇവർ പരസ്പരം മറന്നു. അങ്ങനെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തിനാണ് വിഷ്ണു സ്വന്തം ഭാര്യയായ ഈ സുന്ദരി പെണ്ണിനെ ഇല്ലാതാക്കിയത്? അൽമയുടെ വീട്ടുകാർ പറയുന്ന കാരണം ഇതാണ്. വിഷ്ണു നോക്കട്ടെ, ഈ അൽമ എങ്ങനെ അടുക്കുന്നത് എങ്ങനെയായിരുന്നു? അവിടെ ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേറ്റങ്കര അവിടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് BA പഠിക്കാൻ കഴിഞ്ഞു. അത് PGക്ക് അവിടെ തന്നെ ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് യമ അവിടെ പഠിപ്പിക്കാൻ പോയി, അധ്യാപനമായിട്ട് പോയി. അധ്യാപനം. അപ്പോഴങ്ങനെ ഇവിടെ കണ്ടിട്ട് ഇവിടെ അച്ഛനായിട്ട് വന്നിട്ടാണ് എൻ്റെ ചോദിക്കുന്നത്. അധ്യാപകനും ശിഷ്യയായിരുന്നു അല്ലേ? അതെ, പഠിപ്പിച്ച വിദ്യാർത്ഥി. ഇവർക്ക് വന്നിട്ട് മക്കളില്ല. കാരണം ഇവനെന്നറിയാം ഈ കല്യാണത്തിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ഈ ചികിത്സ നടത്തിയിട്ടുണ്ട് ബെല്ലൂർ ഹോസ്പിറ്റൽ. വിഷ്ണു അപ്പോൾ അവിടെ നിന്ന് കൺഫേം ചെയ്തു മക്കളുണ്ടാവില്ല എന്നുള്ളത്. അത് ഈ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു? ആർക്കും അറിഞ്ഞൂടാ. നമുക്ക് അറിഞ്ഞൂടായിരുന്നു. അൽമയ്ക്കും അറിയത്തില്ല. ആർക്കും അറിയില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു രഹസ്യമായിട്ട് വെച്ചിട്ടാണ് കുട്ടികളുണ്ടെന്നുള്ള കാര്യം രഹസ്യമായിട്ട് വെച്ചു. പിന്നെ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ നിർബന്ധമായിട്ട് കുഞ്ഞിനെ വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഡൈവേഴ്സ് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു. ആ ഡൈവേഴ്സ് ചെയ്യൂല എന്നുള്ള ഇത് വന്നപ്പോഴത്തേക്കാണ് ഇതിങ്ങനെയുള്ള സംഭവം ഉണ്ടായത്. പ്ലാൻ ചെയ്തു എന്നുള്ളതിൻ്റെ വളരെ തെളിവാണ്. പ്ലാൻ ചെയ്ത് കാരണം എന്താ പറയുക, അവൻ്റെ കത്തി തന്നെ പുതിയ കത്തിയാണ്, ഉപയോഗിച്ച കത്തി വാങ്ങി സൂക്ഷിച്ച് വെച്ചിട്ടൊക്കെയായിരുന്നു. അതിനകത്ത് സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു. പുതിയ കത്തി മേടിച്ചു. ഈ സഡനായിട്ടുള്ള ഒരു ഇതുകൊണ്ട് സംഭവിച്ചാൽ ഇന്ന് കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത് തന്നെ. നമ്മളെ ഉദ്ദേശം സാമ്പത്തിക പ്രശ്നമുള്ളത് കൊണ്ട് ആ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തെന്നാണ് നമ്മളെ വിശ്വാസം. അതെന്തൊരു മനുഷ്യന് പൈസ ബുദ്ധിമുട്ട്? പിന്നെ 2 ലക്ഷത്തിന് കൂടുതൽ നമ്മൾ കൊടുക്കാറുണ്ട് പൈസ. നിങ്ങൾ കൊടുക്കാറുണ്ട്? സ്ത്രീധനം കാറിൻ്റെ പൈസ. അപ്പം അത് നമുക്ക് കൊടുക്കാനില്ല. വിചാരിച്ചല്ലേ? അതിൻ്റെതേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല. കുട്ടികളില്ല അതിൻ്റെ വൈരാഗ്യം, സ്ത്രീധനമില്ല അതിൻ്റെ വൈരാഗ്യം. ശരിക്കും ഇതൊരു കാരണമാണോ? ഈ ഒരു കാര്യത്തിന് ഇത്രയും കാലം കൂടെ ജീവിച്ച സ്വന്തം പെണ്ണിനെ ഒരു ദുശീലം പോലും ഇല്ലാത്ത കുടുംബം നോക്കുന്ന കഠിനാധ്വാനിയായ ഒരു ഭർത്താവ് ഇല്ലാതാക്കുമോ? ഈ വാക്കുകളിൽ നിന്നും അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഈ വിഷ്ണു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അല്ലേ? പിന്നെ എന്ന് വെച്ചാലേ അവൻ എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷൻ്റെ കാര്യത്തിൽ അവൻ നല്ല പ്രൊഫഷണലാണ്, ഹാർഡ് വർക്കിംഗ് ആണ്. പിന്നെ ഇവിടെ ആയിട്ട് ഇഷ്ടപ്പെട്ടു, കല്യാണം. വീട്ടുകാർ കൊച്ചിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി മരിച്ചുപോയി. പുള്ളിയെന്ന് വെച്ചാൽ കുറച്ച് നല്ല ഫോർവേഡാണ് ഈ കാര്യങ്ങളിലൊക്കെ. ഇയാൾക്ക് കുട്ടികളുണ്ടാവാത്ത കാര്യം അറിയിച്ച് തന്നെയാണ് കല്യാണം കഴിച്ചത്. അന്ന് ആ സമയത്ത് അവന് പണ്ട് തൊട്ടേ അവന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പിന്നെ എല്ലാം പറഞ്ഞിട്ടാണ് എല്ലാവർക്കും പറയാം, അവരുടെ വീട്ടുകാർക്കും അറിയാം, അവളെ അമ്മയ്ക്കറിയാം. നമ്മൾ സാധാരണയായിട്ടെ കല്യാണം കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഉണ്ടാവില്ലെന്നൊക്കെ അറിയുന്നത്. ഇതിന് മുമ്പ് ഒരു ടെസ്റ്റ് നടത്തേണ്ട കാരണം അല്ല, ഇവര് എന്ന് വെച്ചാൽ കൊച്ചിന് അത്യാവശ്യം ഇവൻ്റെ ഫിസിക്കൽ ഇതിലൊക്കെ കുറേ ആങ്സൈറ്റി ഉണ്ടായിരുന്നു കൊച്ചിന്. അങ്ങനെ ആണ് ഒരു സംശയം തോന്നിയിട്ട് ഇവർ കൊണ്ടുവന്ന് പിന്നെ വലിയൊരു എന്തോ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുന്നത്. അവൻ്റെ ലൈംഗിക അവയവത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ വല്ലതും ചെറുതിലെ കാണുമായിരിക്കും. ഉണ്ടാവും. പിന്നെ മാംസം എന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ അത്യാവശ്യം ഈ സയൻറ്റിഫിക് ജേണലും മറ്റതും മറിച്ചതും ഒക്കെ നോക്കുന്ന കൂട്ടത്തിലാണ്. പരിശോധിച്ചു, അത് ഉറപ്പാക്കി. അല്ല, ഇതിപ്പോൾ പുറത്ത് വരുന്ന വാർത്ത കുട്ടികൾ ഉണ്ടാവാത്തതിൽ മനംനൊന്താണ് ഇങ്ങനെ ചെയ്തേക്കെന്ന് പറയാൻ ഒരു ഇതുമില്ല. കാരണം ഉണ്ടല്ലോ, 10 വർഷം കഴിഞ്ഞില്ലേ, അങ്ങനെ ഒരു ചർച്ച പോലും ഉണ്ടായിട്ടില്ല. ഒരു അഡോപ്ഷനെ കുറിച്ച് അവർ ചിന്തിച്ചിരുന്നു. അതൊരു കാരണമല്ല. പക്ഷേ ഈ കുട്ടിക്ക് ഒരു ബന്ധം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു ഏകദേശം ഒരു സംശയമുണ്ട്. ഇല്ലീഗൽ ബന്ധം ഉണ്ട്. ഉണ്ട്. അത്
അത് പക്ഷേ അവ പറഞ്ഞിട്ടില്ല. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് നമ്മൾ അവൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറയുന്നത്. അവൻ പറയുന്നത് അൽമയുടെ കാമുകൻ എന്ന് പറയുന്ന പയ്യൻ ഈ പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കുന്ന ഡെലിവറി ബോയ് ആണ്, അങ്ങനെ ബന്ധം സ്ഥാപിച്ചു. ഈ വീട്ടിൽ വന്നു പോകുന്ന കാര്യമൊക്കെ വിഷ്ണു അറിയുന്നുണ്ടാവുമോ? വിഷ്ണു അറിയുന്നത് ആരോ പറഞ്ഞിട്ട് കുറച്ച് കാലം എന്തോ ആയിട്ടുള്ളൂ എന്നറിഞ്ഞു. പിന്നെ അവളുടെ അടുത്ത് ചോദിച്ചു, വിഷ്ണു ചോദിക്കുന്നു, അവള് എഗ്രി ചെയ്യുന്നു. അവൾ എന്തൊക്കെ ചോദിച്ചത്? നിങ്ങൾ ശരിയായിട്ട് ബന്ധപ്പെട്ടോ? അതൊക്കെ അവൻ്റെ സുഹൃത്താണ്, എൻ്റെ അടുത്താണ് ഇവയെല്ലാം റിവീൽ ചെയ്തത്. നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. വിഷ്ണു പേരോട് എന്തായിരിക്കും ചോദിച്ചേക്കുന്നത്? അത് അറിയില്ല. പക്ഷെ എന്തായാലും അവർ ഫിസിക്കൽ റിലേഷൻ നടത്തി വന്നു. ഇവന് ആകെ ഇതായില്ലേ, ഡെസ്പ് ആയപ്പോഴേക്കും ചോദിച്ചു റിലേഷൻ ഉണ്ടായിട്ടുണ്ടോന്ന്. അപ്പോൾ അവൾ എഗ്രി ചെയ്യുന്നതാണ് പറയുന്നത്, ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ അവൻ്റെ സൗഹൃദങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാനെങ്ങനെ ഇനി ആ ബെഡിൽ കിടക്കും, ആ റൂമിൽ എങ്ങനെ ഞാൻ ജീവിക്കും, ഇതുപോലെ വിശ്വാസ വഞ്ചന കാണിച്ചൊരു സ്ത്രീയുടെ ഇതിലേ അങ്ങനെ അവൻ അങ്ങ് ഡെസ്പായി പോയതാണ്. പിന്നെ പക്ഷെ അവനെ ഒരിക്കലും അവളെ കളയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അവൻ ഈ മറ്റേ ഷാജഹാൻ മുംതാസ് അതുപോലത്തെ ഒരു ബന്ധമായിരുന്നു അവർ. പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പലതും നോക്കിയില്ലേ? അവൻ ഒരാളുടെ കൂടെ കിടന്നിട്ട് പോലും അയാൾ സഹിക്കാൻ ശ്രമിക്കാൻ. ഓൺലൈൻ വഴിയുള്ള ബന്ധമായിരിക്കാമോ? എന്തായാലും വിഷ്ണു അറിയാലോ ആളെ. അവരെ ഈ പൂച്ച വളർത്തുന്നുണ്ടല്ലോ, പെർഷ്യൻ ക്യാറ്റും മറ്റേ അതിൻ്റെ ഫുഡ് ഡെലിവറി, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് വന്നത്. ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവളുടെ മുമ്പിൽ എഴയുകയാണ് ചെയ്യുന്നത്. അവൾ എന്ത് പറയുന്നോ അതനുസരിച്ച് ഇവൻ ചെയ്യും. നിങ്ങൾ ഒരു ആ റൂമിൽ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു വീട് ചെയ്യേണ്ട പൈസ മൊത്തം അതിനകത്ത് ഫർണിഷിങ്ങിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയും ഫെസിലിറ്റികൾ കാര്യങ്ങൾ എല്ലാം ആണ്. അവനെ സംബന്ധിച്ച് അവളൊരിക്കലും വിട്ടുപോകുന്നത് അവനെ ചിന്തിക്കാൻ പറ്റാത്തതാണ്. അവൻ്റെ ലോകമാണ്. അവൾ വരയ്ക്കുന്ന വര, അതിൻ്റെ അപ്പുറമൊന്നും അവൻ ഇതുവരെയും പോയിട്ടുമില്ല, പോകത്തുമില്ല. അതായിരുന്നു ഞാൻ ഈ സംഭവത്തിനും ഒരു 3-4 ദിവസത്തിന് മുമ്പേ ഞാൻ കണ്ടതാണ്. ഇവർ രണ്ടുപേരും ഫാമിലിയായിട്ട് കാറിൽ ഒരു ഫംഗ്ഷൻ ഇതെന്തോ ഡോഗിനെ എന്തോ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയാണ്. രാത്രിക്ക് തിരുവനന്തപുരത്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറിൽ ഇവൾക്ക് വേണ്ടി തന്നെയാണ് ഇത് വണ്ടി കയറ്റി ചിലപ്പം 11 മണിയുടെ ക്ലാസ് എടുത്തിട്ടായിരിക്കും ഇവൻ കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റിന് പോണത്. മൃഗങ്ങളെ പോലും ഇഷ്ടപ്പെടാത്ത ഒരാൾ മൃഗങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതാണ് നമുക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി അവരെ. ഇയാൾ എന്തെങ്കിലും കാണാൻ പാടുള്ള സാഹചര്യം കണ്ടു കാണും അല്ലെ? അല്ലെങ്കിൽ പിന്നെ ഇത്ര ഷോക്ക് ഉണ്ടാവത്തില്ല. 1 മാസത്തോളമായി അവൻ പല കൗൺസിലിംഗ് കൊണ്ടുപോയി. പിന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അയാളെ വിളിച്ചു പറഞ്ഞു ഇതിലൊന്ന് പിന്തിരിയണമെന്ന് പറയുന്നു. ഓപ്പോസിറ്റ് അയാളുടെ അടുത്ത് പറഞ്ഞു ഇത് പിന്തിരിയണമെന്ന് പറഞ്ഞു. ഇവന് വിടാൻ പറ്റത്തില്ല എന്നുള്ളത് കാര്യം. പിന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഗൾഫിൽ ഈ കൊച്ചിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മനസ്സ് മാറുമെന്നുള്ള രീതിയിൽ പാസ്പോർട്ടും വിസയൊക്കെ എടുത്തു പോകാനുള്ള ശ്രമം ഒക്കെ നടത്തി. അതിലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവനെ കണ്ടു അത് അവൾ മാത്രം പോകാനൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയപ്പെടുന്നു. മാറ്റിയെടുക്കാൻ പല ശ്രമവും നടത്തും. അവൻ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ഞാനല്ല, അതെല്ലാം അവൻ്റെ കൂട്ടുകാരനാണ് പറയുന്നത്. കാരണം നമ്മളെടുത്ത് എനിക്ക് തോന്നുന്നു അവൻ്റെ ഫാമിലി ലൈഫ് ഫെയില്യൂർ ആയെന്ന് നമുക്ക് കാണിക്കാൻ അവനൊരു മടിയുണ്ടായിരിക്കും സഹോദരന്മാരുടെ അടുത്തേക്ക്. അവൻ്റെ കൂട്ടുകാരുടെ അടുത്താണ് അവെല്ലാം റിവീൽ ചെയ്തത്. അതായിരുന്നു. അല്ല, ഇങ്ങനൊരു ആളാരാന്നല്ല നിങ്ങൾക്ക് സൂചന കിട്ടിയില്ല? ഒന്നും കിട്ടിയില്ല. നമുക്കൊരിക്കലും തെളിവില്ലാതെ ഓൺലൈൻ വഴി സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട ആരായിരിക്കാമോ? കൂട്ടുകാരോട് പറയാണോ? അതാണ് സോഷ്യൽ മീഡിയ പരിചയപ്പെട്ടതാണ്. പിന്നെ ഈ പൂച്ചയുടെ ഫുഡ് ഡെലിവറിക്കും ഈ പൂച്ചയെ നോക്കാനൊക്കെ വരുന്നതൊക്കെ അങ്ങനെയാണ് പരിചയപ്പെട്ട ഒരാളാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, അത്രയും സഹികെട്ടായിരിക്കും വിഷ്ണു ചെയ്തത്. ആയിരിക്കും. പുറത്ത് വരുന്ന കാര്യങ്ങളൊന്നും വാസ്തവമല്ല. സ്ത്രീധനം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കൊച്ചില്ലാത്ത, ഈ 2 കാര്യം തെറ്റാണ്. എൻ്റെ പൊന്നു, സ്ത്രീധനം ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫെസിലിറ്റികൾ നമ്മളെ ഭാര്യമാർക്ക് ആർക്കും നമ്മളെ അനിയന്മാരോ ആരും പിന്നെ പ്രൊവൈഡ് ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾക്ക് പോലും അത് ചെയ്തിട്ടുണ്ടാവില്ല. ശരിക്കും പറഞ്ഞ് ഈ മരുമോളും അമ്മയും തമ്മിലൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. നിങ്ങൾ വലിയ കൂട്ടൊക്കെയായിരുന്നോ? കൂട്ടായിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരങ്ങാണ് താമസം. മകന് കുട്ടികൾ ഇല്ലാത്ത ഒരു വിഷയമാണെന്നൊക്കെയാ പുറത്ത് കയറുന്നത്. അതാണോ കാരണം? അമ്മ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. പെൺകുട്ടിയുടെ ഇല്ലീഗൽ എന്തെങ്കിലും ബന്ധം ഈ മകൻ അറിയായിരിക്കും അല്ലേ? അറിയായിരിക്കും, തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. അമ്മയ്ക്ക് നിങ്ങൾക്ക് എപ്പോഴും അറിയുന്നത്? ഇപ്പോഴാണ് അറിയുന്നത്. അതിനു മുമ്പ് ഇയാൾ ഒരാളോടും പറഞ്ഞാണ്? ഒരു കാര്യവും പറയില്ല, തുറന്നു പറയുന്ന സ്വഭാവക്കാരനല്ല. ഈ പെൺകുട്ടി വേറെ ബന്ധം ഉണ്ടെന്നുള്ള ഉറപ്പായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. ഇതെന്തായാലും അമ്മയോട് പറയാത്ത എന്തായിരിക്കും വിഷമിക്കേണ്ട വെച്ചിട്ടായിരിക്കും? ആയിരിക്കും. പിന്നെ തുറന്നു പറയില്ലായിരിക്കും. ഈ മകന് കുട്ടി ഉണ്ടാവത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടിയെ കിട്ടുന്നത്? തീർച്ച അതിനുള്ള മെഡിക്കൽ ഉണ്ട്. അതെല്ലാം പറഞ്ഞ് എല്ലാ സമ്മതത്തോടെ മാത്രം തന്നെയാണ് ഈ വിവാഹം നടത്തിയത്. വിവാഹമായിട്ട് നടത്തിയില്ല,
പെൺകുട്ടിക്ക് സമ്മതമായിരുന്നു. തീർച്ച അതൊന്നും ഒരു കാരണമേ അല്ല. ഒരു കാരണമേ അല്ല അത്. എന്നിട്ട് എപ്പോഴും അറിയുന്നവൻ ആരെ വിളിച്ചു ഈ ഇവിടെ ഓടിക്കൊണ്ട് വരികയാണ് ചെയ്തത്? എന്താ ചെയ്തത് ഈ വിഷ്ണു? എന്താ ചെയ്തത്? കൊന്നിട്ടിങ്ങ് വന്നോ? കൊന്നിട്ടില്ല. വിഷ്ണു പിന്നെ പുറത്ത് പോയിട്ട് വന്നപ്പോൾ അൽമ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടതായിട്ട് ഇവിടെ വന്ന് പറഞ്ഞു. ഞാൻ മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ ഈ സംഭവം ഇവിടെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. മരിച്ചു കിടക്കുമെന്നാ പറഞ്ഞത്? ഓ, മരിച്ചു കിടക്കുക. ഇല്ല, അത് പറഞ്ഞില്ല. പിന്നെ എപ്പോഴും അറിയുന്നത് കൊലപ്പെടുത്തിയതാണെന്ന്, മകനെ കൊലപ്പെടുത്തിയെന്ന് എപ്പോഴും അറിയുന്നത്? എനിക്കങ്ങനെ അറിയില്ല. ഇതിപ്പം മരിച്ചു കിടക്കണതായിട്ട് അറിഞ്ഞതാണ് എനിക്ക് പറഞ്ഞത് അവിടെ. പിന്നെ പറഞ്ഞ് പോലീസിൽ അവൻ പറഞ്ഞു അങ്ങനെ എനിക്ക് മൂത്ത മോൻ പറഞ്ഞ് പോലീസിൽ അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ പോലീസ് ചേട്ടനോട് വന്ന് പറയുന്നത് ആദ്യമായിട്ട്? ചേട്ടൻ അത് കഴിഞ്ഞ കണ്ട ഉടനെ ഇനി വന്ന് ചേട്ടൻ എന്താണ് പറഞ്ഞത്. സൽമ മരിച്ചു കിടക്കുന്നു, ആരെന്തോന്നും അറിയുന്നില്ല. ഒന്നും അറിയുന്നില്ല.